ആരാത്? തമ്പുരാനെ പൊറുക്കണേ, അടിയൻ തങ്കത്തമ്പുരാട്ടിയുടെ ദാസിയാണ്. ഇവിടെ വരൂ. നീ എന്താ ഇവിടെ? എന്തിനാ ഇവിടെ ഒളിച്ചു നിന്നേ? അടിയൻ തമ്പുരാട്ടിയുടെ കൽപ്പന അനുസരിച്ച് വന്നതാണ് തമ്പുരാനെ. ആരുടെ കൽപ്പന? തങ്കയുടെയോ? അതെ തമ്പുരാനെ, തമ്പുരാട്ടി കുറിയോല തന്നയച്ചിട്ടുണ്ട്. എടുക്ക്. തങ്കയോട് പറഞ്ഞേക്കൂ, നാം എത്തും. അടിയൻ.
കഴിഞ്ഞില്ലേ എല്ലാം? മരുമങ്ങൻ തമ്പുരാന്റെ കഥ കഴിഞ്ഞില്ലേന്ന്? എന്താ നാവിറങ്ങിപ്പോയോ? മാർത്താണ്ഡവർമ്മ ചത്തോ അതോ അര ഉയിരായിട്ട് അവിടെ കിടപ്പുണ്ടോ എന്ന്? എന്തെങ്കിലും പറ. എന്താണ് അവിടെ ഉണ്ടായത്? അങ്ങൊന്ന് പൊറുക്കണം. തമ്പുരാനെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. തമ്പുരാന് അപാരമായ അഭ്യാസബലമുണ്ട് യമാനെ. ഛേ, കൊള്ളരുതാത്തവന്മാർ. 4-5 ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഒന്നും ചെയ്യാതെ വെട്ടും വാങ്ങി വന്നിരിക്കുന്നു. നിനക്കൊക്കെ ചേർന്നത് വാളല്ല, വഴുതനങ്ങയാ. വാളും പിടിച്ച് നിൽക്കുന്നു കഴുതകൾ. നിന്നെയൊക്കെ വെട്ടി ഓടിച്ചിട്ട് മാർത്താണ്ഡൻ എങ്ങോട്ടാടാ പോയത്? അറിയില്ല. തമ്പുരാൻ കൊട്ടാരത്തിലേക്കായിരിക്കും പോയിട്ടുള്ളത്. തമ്പുരാക്കന്മാര് വലിയ വാശിയിലാണെന്ന് തോന്നുന്നു. ആ, അതെ അതെ. സൂക്ഷിച്ചും കണ്ടു നിന്നില്ലെങ്കിലേ നമ്മുടെ പണി മാത്രമല്ല, തലയും പോകും. തങ്ക എവിടെ? അകത്തുണ്ട് തമ്പുരാനെ. ഇത് പൂട്ടിയിരിക്കണല്ലോ, തുറക്ക്. ആര് വന്നാലും തുറക്കരുതെന്നാണ് കൽപ്പന. ആരുടെ കൽപ്പന? കൊച്ചുമറപ്പിള്ള ഏമാന്റെ കൽപ്പന. ദർപ്പക്കുളങ്ങനെ കൊട്ടാരത്തിൽ വന്ന് കൽപ്പന കൊടുക്കാൻ ഈ കൊച്ചുപറപ്പിള്ളക്ക് എന്താ അവകാശം? തുറക്ക്. അയ്യോ തമ്പുരാനെ, അടിയങ്ങളുടെ തല പോണ കാര്യമാണേ. തുറന്നില്ലെങ്കിൽ തല കൊയ്യുന്ന ഞാനായിരിക്കും. തുറക്കാൻ. വേണ്ട തമ്പുരാനെ, തുറക്കാം തുറക്കാം. അരുത്. എന്തൊരു അഹമ്മതിയാണ് ഈ പെണ്ണുങ്ങൾക്ക്. കൊട്ടാരം ദാസിമാർക്ക് തീരെ മര്യാദയില്ല തമ്പുരാനെ. ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ ഇതുങ്ങൾ അതിന് വിരുദ്ധമായേ പ്രവർത്തിക്കൂ. ഈ അറവാതിൽ തുറക്കരുതെന്നല്ലേ നിങ്ങളോട് പറഞ്ഞിരുന്നത്? അത് തമ്പുരാൻ വന്ന് പറഞ്ഞു, അല്ല കൽപ്പിച്ചു. ഏത് തമ്പുരാൻ കൽപ്പിച്ചാലും ഈ അറവാതിൽ തുറക്കാൻ പാടില്ല. കൊച്ചുമറപ്പിള്ളേ, ഓ, ഇത് ദർപ്പക്കുളം കൊട്ടാരമാണ്, വേണാട്ടരജന്റെ രാജധാനി. അറിയാം. അവിടുന്ന് വേണാട്ടരജന്റെ അനന്തരവനാണെന്നും അറിയാം. ഈ രാജകൊട്ടാരത്തിൽ എവിടെ പ്രവേശിക്കാനും അങ്ങക്ക് അവകാശമുണ്ടെന്നും അറിയാം. പക്ഷേ ഈ അറയ്ക്കുള്ളിൽ എന്റെ അനന്തരവളാണുള്ളത്, കന്നിപ്പെണ്ണ്. അവളെ കാക്കേണ്ടത് അമ്മാവനായ എന്റെ ചുമതലയാണ് തമ്പുരാനെ. അങ്ങക്ക് ഈ അറയിൽ പ്രവേശിക്കാം, ആരും തടയില്ല. പക്ഷേ അതിനു മുമ്പ് അനന്തരവള് കൊച്ചിനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. കന്നിപ്പെണ്ണിന് ദോഷം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടത് അമ്മാവൻ എന്ന നിലയിൽ എന്റെ ചുമതലയാണ് തമ്പുരാനെ. കൊച്ചുമറപ്പിള്ളേ, നിങ്ങൾ ഈ പറയുന്ന അനന്തരവൾ വീരരാമവർമ്മയുടെ എന്റെ അമ്മാവന്റെ മകളല്ലേ? ആണേ. അതായത് ഈ മാർത്താണ്ഡവർമ്മയുടെ മുറപ്പെണ്ണ് ഏതറയിലായാലും അവൾ ഇരിക്കുന്നിടത്ത് പോകാൻ എനിക്ക് കൊച്ചുമറപ്പിള്ളയുടെ അനുവാദം വേണ്ട. തങ്ക അവിടുത്തെ മുറപ്പെണ്ണാണ് തമ്പുരാനെ. പക്ഷേ അവളോട് ചാർച്ചയും ചങ്ങാത്തവും വെക്കുന്നതിന് മുമ്പ് ആരായാലും അവൾക്ക് പട്ടും പരിവട്ടവും കൊടുത്ത് കെട്ടിലമ്മയാക്കണം എന്നാണ് അവളുടെ അണ്ണന്മാരുടെ തീരുമാനം. അവളുടെ അമ്മാവൻ കൊച്ചുമറപ്പിള്ള അത് നടപ്പാക്കി എന്നേ ഉള്ളൂ. തമ്പുരാൻ പൊറുക്കണം. പിന്നെ മറ്റൊരു വിഷയം കൂടി ഉണ്ട്. ഈയിടെയായി തങ്കയ്ക്കൊരു മനംമാറ്റം. എന്തു മനംമാറ്റം? അല്ല, 3-ാം കൂറായ ഈ തമ്പുരാനേക്കാൾ അവൾക്കിഷ്ടം 2-ാം കൂറായ തലശ്ശേരി രാമവർമ്മ തമ്പുരാനെയാണെന്ന് കേട്ടു. തിരുവുള്ളക്കേടുണ്ടാകരുത്. കുട്ടികളുടെ മനസ്സല്ലേ, അവരുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അതങ്ങ് നടപ്പാക്കിയാലോ എന്നുള്ള ആലോചനയിലാണ് അവളുടെ അണ്ണന്മാര്. തമ്പുരാൻ പൊറുക്കണം. ദേവേന്ദ്രൻ വന്ന് കൽപ്പിച്ചാലും ഈ അറ തുറക്കാൻ പാടില്ല. മനസ്സിലായല്ലേ? ഉവ്വ് തമ്പുരാനെ.
ഒരു മാർത്താണ്ഡൻ. ഞാൻ തമ്പുരാനെ കാണാൻ ഒരുങ്ങുന്ന വിവരം കൊച്ചുമറപ്പിളയമ്മാവൻ എങ്ങനെ അറിഞ്ഞു? ഞാനായിട്ട് പറഞ്ഞിട്ടില്ല തമ്പുരാട്ടി. അടിയന്റെ ഭാഗത്തു നിന്നും ആ വിവരം ചോർന്നിട്ടുമില്ല. പിന്നെ ആര്? ചുവരുകൾക്ക് പോലും കാതുള്ള കാലമാണ്. വഴി ഏതെന്ന് നമുക്ക് അന്വേഷിക്കാം, കണ്ടുപിടിക്കാം. തങ്കേ, നിന്നെ കാവിൽ കാണാൻ മാർത്താണ്ഡൻ തിരക്കി വന്നു. വെളിയിൽ പറഞ്ഞതല്ല എവിടെയും കേട്ടിരിക്കുമല്ലോ. കുഞ്ഞെ, മാർത്താണ്ഡനുമായുള്ള ചാർച്ചയൊക്കെ അങ്ങ് അവസാനിപ്പിച്ചേക്കണം. പണ്ടേതാണ്ട് ഇഷ്ടവും കാര്യമൊക്കെ ഉണ്ടായിരുന്നത് നേരെ. ഇനി അത് വെച്ചോണ്ടിരിക്കണ്ട. മൂന്നാംകൂർ തമ്പുരാന്റെ കെട്ടിലമ്മയായിട്ട് 3-ാം നിലയിലേക്ക് താഴാതെ കിരീടാവകാശിയായ തമ്പുരാനെ വരിച്ച് അന്തസ്സായി കഴിയാൻ നോക്ക്. അമ്മയെ പള്ളിക്കെട്ട് നടത്തുമ്പോൾ അച്ഛനും 3-ാം കൂറുകാരനായിരുന്നല്ലോ. അതെന്താ കൊച്ചുമറപ്പിളയമ്മാവൻ ഓർക്കാത്തത്? അന്യനാട്ടിൽ നിന്ന് വന്ന ആട്ടക്കാരിയെ കണ്ട് മോഹിച്ചത് 3-ാം കൂർ തമ്പുരാനായിരുന്നു. കിരീടാവകാശിയായ തമ്പുരാൻ അന്ന് നിന്റെ അമ്മയെ കണ്ട് മോഹിച്ചിരുന്നെങ്കിൽ നിന്റെ അമ്മ ആ തമ്പുരാന്റെ കെട്ടിലമ്മയായനെ. നിന്റെ കാര്യം അതല്ല. ഇളങ്കൂർ തമ്പുരാനായ തലശ്ശേരി രാമവർമ്മയ്ക്കും നിന്നെ പഥ്യമാണ്. ആ തമ്പുരാന്റെ പട്ടും പരിവട്ടവും വാങ്ങ്. ഇതെന്റെ നിശ്ചയമല്ല, നിന്റെ അണ്ണന്മാരുടെ തീരുമാനം. അനുസരിച്ചാൽ നന്ന്, ഇല്ലെങ്കിൽ തല കാണില്ല. ഇതിലും ഭേദം അത് തന്നെയാ. തല കൊയ്തെടുത്തോളാം, അണ്ണന്മാരോട് പറഞ്ഞോളൂ. തല കൊയ്യണോ വേണ്ടയോ എന്ന് തലശ്ശേരി രാജകുമാരൻ തീരുമാനിക്കട്ടെ. നിങ്ങൾ പോകാൻ വരട്ടെ. ഇവിടെ വരൂ. ആരാണ് ഞാൻ തമ്പുരാന് കുറിമാനം കൊടുത്തയച്ച വിവരം കൊച്ചുമറപ്പിളയമ്മാവനെ അറിയിച്ചത്? ആരാ പറഞ്ഞെന്ന് പറയാൻ? ഇവൾ എടി, നീ എന്നെ മേലിൽ എന്റെ അറയിൽ കടന്നു പോകരുത്. ഇനി എന്റെ കൺവട്ടത്ത് കണ്ടുപോകരുത്. നിന്നെ പൊയ്ക്ക അവിടുന്ന്. പോകാൻ. ആഗ്രഹങ്ങളാണ് നമ്മെ അബദ്ധങ്ങളിലേക്ക് നയിക്കുന്നത്. ആശകൾ വെടിയുകയല്ല, അത് സമൂഹത്തിന്റെ നേർവഴികൾക്ക് അനുരോധമാക്കുകയാണ് വേണ്ടത്. മാർഗം വിശുദ്ധമാകുമ്പോഴേ ലക്ഷ്യവും അങ്ങനെയാകുന്നുള്ളൂ.